മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണ ഷെയറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ PNC Fincor. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1995 ഫൗണ്ട് ചെയ്ത കമ്പനിയാട്ടോ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ബേസ്ഡ് കമ്പനിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ലോണ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരത് പ്രൊവൈഡ് ചെയ്യും. അവരുടെ ഷെയറിൻ്റെ വാല്യൂ ഇന്നത്തെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 3.76 ഉണ്ട് കേട്ടോ. നമുക്ക് 5 ദിവസം മുമ്പുള്ള ഷെയറിൻ്റെ പ്രൈസ് 4 രൂപയായിരുന്നു. അപ്പോൾ ഇപ്പോൾ സംഭവം കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മാസം മുമ്പ് എത്രയായിരുന്നു? 4.2 ഉണ്ടല്ലേ. മിനിമം 3.32 വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൽ വന്നിരിക്കണം. മാക്സിമം എത്ര പോയി കഴിഞ്ഞാൽ 4 വരെ പോയിട്ടുണ്ട്. 6 മാസം മുമ്പ് ഈ ഷെയറിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 രൂപ വന്നിട്ടുണ്ട്, 4.18 വന്നിട്ടുണ്ട്. പിന്നെ അതൊരു 5 രൂപ വരെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അത് കുറഞ്ഞിരിക്കുകയാണ്. അതായത് കൂടി കുറഞ്ഞുകൊണ്ടിരിക്കും. ഗ്രാഫ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റണത് കൂടി കുറഞ്ഞിട്ട് ഇരിക്കണം കേട്ടോ. ഒരു സ്റ്റേബിൾ അല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാൻ ആണ് ഒരു 99% സാധ്യത. നമുക്ക് അതിൻ്റെ YTD എടുത്ത് നോക്കാം. YTDയിലായാലും മിനിമം വന്നിരിക്കുന്നത് 2.72, മാക്സിമം വന്നിരിക്കുന്നത് 5 അപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു റേറ്റിംഗ് ആണ്. അപ്പോൾ ആരെങ്കിലും പെനി സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നോക്കണം ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണ ഷെയറുകളിലൊരു ഷെയറാണ് ഈ ഒരു ഷെയർ കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു വർഷത്തെ മുമ്പത്തെ റേറ്റ് നോക്കി നോക്കാം. ഒരു വർഷം മുമ്പായാലും മിനിമം വന്നിരിക്കുന്നത് 2.67, മാക്സിമം വന്നിരിക്കുന്നത് 5.22. 5 വർഷം മുമ്പ് നോക്കി നോക്കാം. 5 വർഷം മിനിമം വന്നിരിക്കുന്നത് 0.15, മാക്സിമം വന്നിരിക്കുന്നത് 6 രൂപ കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്ക് മാക്സിമം എത്ര വരെയാണ് മുമ്പേ പോയിട്ടുള്ളത്, അതായത് 10 വർഷം മുമ്പ് വരെയുള്ള ഹിസ്റ്ററി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ 10 വർഷം മുമ്പത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46 രൂപയാണ്. അതായത് അത് ഏതാ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 2014 കേട്ടോ. 40 രൂപയായിരുന്നു. പിന്നെ അത് 70 ആയിട്ടുണ്ട്, 90 രൂപ വരെ ആയിട്ടുണ്ട് 2014 ഡിസംബറിൽ. പിന്നെ അപ്പോൾ ഇതാണ് അതിൻ്റെ ഷെയറിൻ്റെ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായി മാർക്കറ്റ് റിസർച്ച് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷെയറുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു വെച്ച് എടുക്കണമെന്ന് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരയച്ചു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.